ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി, അതായത് ബുധനാഴ്ച പുലർച്ചെ 12:30 ഒരു കളി വരുന്നുണ്ട്, സെനഗൽ വേഴ്സസ് ഫ്രാൻസ്. ഈ കളിയെപ്പറ്റി കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് വലിയൊരു ചരിത്രം ഓർമ്മ വരുന്നുണ്ടാവും. ഈ ചിത്രം നോക്കൂ. ആഫ്രിക്കയിൽ നിന്നുള്ള കുട്ടികൾ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ കാണുന്ന ഒരു ഛായാചിത്രമാണ്. ഇതുപോലൊരു ചിത്രം പണ്ട് 90s നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അന്ന് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ലോകകപ്പ് കളിക്കാൻ എത്തുന്നു. ഏഷ്യയിലാണ് കളി. കൊറിയയിൽ നടക്കുന്ന ലോകകപ്പിൻ്റെ പ്രദർശന മത്സരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാവുന്നു. അതികായന്മാരായ ഫ്രഞ്ച് പട ഒരു സൈഡിലുണ്ട്. അറിയാമല്ലോ, അന്നത്തെ ഫ്രഞ്ച് നിര ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായിരുന്നു. എത്ര കായികക്ഷമതയുള്ള ടീമിനെയും തളർത്താൻ അറിയുന്ന മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന കളിക്കാർ കൂടിയായിരുന്നു. കളി തുടങ്ങുന്നു. ഫ്രാൻസ് മികച്ച രീതിയിൽ കളിച്ചു തുടങ്ങുന്നു. പക്ഷേ പന്ത് നഷ്ടപ്പെടുമ്പോഴെല്ലാം വേറെങ്ങും കാണാത്ത രീതിയിൽ വല്ലാത്തൊരു കൗണ്ടർ അറ്റാക്കിംഗ് നടക്കുന്നുണ്ട്. പന്തുകൾ നീട്ടിയടിക്കുന്നു, കളക്ട് ചെയ്യുന്നു. ഫ്രണ്ടിലുള്ള എൽഹാജി ദിയൂഫ് എന്ന കളിക്കാരൻ ഒരുപാട് കളിക്കാർ ഡ്രിബിൾ ചെയ്യുകയും അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ നടക്കുന്നു. കളി നടക്കുന്നതിനിടയിൽ ഫ്രാൻസിന് പന്ത് നഷ്ടമാവുന്നു. സെനഗൽ ടീം മികച്ച രീതിയിൽ ചിതറിയോടി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് നടത്തുന്നു. എൽഹാജി ദിയൂഫിലേക്ക് പന്തെത്തുന്നു. അദ്ദേഹം ബോക്സിലേക്ക് കയറുന്നു. പിന്നീട് പിന്നാലെ വന്ന പാപ്പ ദിയൂഫ് വളരെ സമർത്ഥമായി ഏറെ മിനക്കെട്ട് പന്ത് ഗോളിലെത്തിക്കുന്നു. അവിടെ നിന്നങ്ങോട്ട് ഫ്രാൻസ് നിരന്തരം അറ്റാക്കുകൾ നടത്തി. പക്ഷേ ആലിയോ സിസെ എന്ന ക്യാപ്റ്റൻ്റെ ചിറകിലേറി സെനഗൽ ടീം മികച്ചൊരു ഡിഫൻസിൻ്റെ സിംഹക്കോട്ട തന്നെ പണിതിരുന്നു.